അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇർഷാദ് സബ്ക്ക് 86 നിസ്കാര ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഹദീസിൽ വന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നേരിട്ട് നിർദ്ദേശിച്ച പരിചയപ്പെടുത്തിയ ഏതാനും ദിക്റുകളും ദുആകളൊക്കെ നാം പഠിച്ചു. ഇനി അവസാനമായി ഒരു ഹദീസ് കൂടി പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നു, അൻ മുസ്ലിം ഇബ്നുൽ ഹാരിസി തമീമി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു അസറ ഇലൈഹി ഫഖാല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട മുസ്ലിം ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു തങ്ങളോട് പറയുകയാണ്, എന്താണ്? ഇത് അൻസ്വറഫ്ത മിൻ സ്വലാത്തിൽ മഗ്രിബി, മഗ്രിബ് നിസ്കാരത്തിൽ നിന്നും നീ വിരമിച്ചു കഴിഞ്ഞാൽ ഫഖുൽ, നീ പറയണം കേട്ടോ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ 7 മർറാത്തിൻ, 7 വട്ടം അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് ചൊല്ലണം. അല്ലാഹുവേ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ, എനിക്ക് നരകത്തിൽ നിന്ന് അഭയം തരണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ 7 വട്ടം പറയണം. ഫഇന്നക ഇദാ ഖുൽത ദാലിക, ആ മഗ്രിബ് നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം നീ അത് പറഞ്ഞു കഴിഞ്ഞാൽ സുമ്മ മിത്ത മിൻ ലൈലതിക, എന്നിട്ട് ആ രാത്രി നീ മരണപ്പെടുകയാണെങ്കിൽ കുതിബലക ജിവാറു മിൻഹ, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്നും നിനക്ക് അഭയം രേഖപ്പെടുത്തുന്നതാണ്. കത്തിയാളുന്ന നരകാഗ്നിയിലേക്ക് നിന്നെ ഇടുന്നതല്ല, നീ രക്ഷപ്പെടുന്നതാണ്. വഇദാ സ്വല്ലൈത സുബ്ഹ, നീ സുബ്ഹ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫഖുൽ കദാലിക, ഇതുപോലെ തന്നെ നീ അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് 7 വട്ടം പറയുക. ഫഇന്നക ഇദാ മിത്ത മിൻ യൗമിക, അന്ന് പകലിൽ നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ കുതിബലക ജിവാറു മിൻഹാ, നരകാഗ്നിയിൽ നിന്നുള്ള മോചനം നിനക്ക് എഴുതപ്പെടുന്നതാണ്. അല്ലാഹു തആല നമ്മളെയൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ സിമ്പിളായിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മാർഗം പറഞ്ഞു തരുമ്പോൾ അത് പാലിക്കേണ്ടുന്നത്, അത് 2 കൈയും നീട്ട് സ്വീകരിച്ച് അതിന്മേൽ പിടിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കേണ്ടുന്നത് നമ്മുടെ ബാധ്യതയാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് അക്ഷരശുദ്ധിയോടെ അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് പറയുമ്പോൾ പലർക്കും അബദ്ധങ്ങൾ വരുത്താറുണ്ട്. 7 വട്ടം പറയണം എന്നാ പറഞ്ഞത്. അജിർനി മിനന്നാർ, അജാറ യുജീറുവിൻ്റെ അമ്രാണ് അജിർ, നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്നർത്ഥം. അവിടെ എന്താണ് അജിർ എന്ന് പറയുമ്പം അല്ലാഹുമ്മ അജിർനി, അല്ലാഹുമ്മ അജിർനി എന്നാക്കുന്ന ആളുണ്ട്. ജീമൊക്കെ ചീനാക്കുന്ന ഒരു സ്വഭാവം പൊതുവേ നമ്മൾ മലയാളികൾക്കുണ്ട്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ തുടങ്ങാം. ചായാണ് പറയുക, ജായ അല്ല പറയുക. അറബിയിലുള്ള ജാ പറയാൻ പലർക്കും അറിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് ഞാൻ കൂട്ടത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. പൊതുവേ നമ്മൾ അറബി ദിക്റുകളൊക്കെ നടത്തുമ്പോൾ അത് അക്ഷരശുദ്ധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്നാൽ അതിൻ്റെ പൂർണ്ണമായ കൂലി നമുക്ക് കിട്ടുള്ളൂ. അപ്പം നരകത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടും. നരകത്തീയൻ്റെ ഗൗരവം എന്താണ് അത് ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്നതാണ്, നമ്മൾ അല്ലെങ്കിൽ പഠിക്കേണ്ടതാണ്. അപ്പോൾ ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു ദിക്ർ പറഞ്ഞു തരുമ്പോൾ അത് സുമാറാക്കി ചെല്ലുകയല്ലല്ലോ വേണ്ടത്. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, ആ ഹംസ സൈലൻ്റായി പോകുന്ന സ്വഭാവം ഉണ്ടാവാറുണ്ട്. അല്ലാഹുമ്മ അജിർനി, അല്ലാഹുമ്മ അജിർനി, അല്ലാഹുമ്മ അജിർനി ആ പറയണം. ഹംസ സൈലൻ്റ് ആവാൻ പാടില്ല, ഹംസ ഉച്ചരിക്കണം. അപ്പോൾ അത് നിസ്കാരത്തിലെ തക്ബീറുകൾക്കൊക്കെ ചില ആളുകൾക്ക് സംഭവിക്കാറുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയും. അല്ലാഹു ആ എന്ന് പറയില്ല, അല്ലാഹു അക്ബർ എന്ന് പറയില്ല. അല്ലാഹു അക്ബർ, വക്ബർ എന്നൊക്കെ വാവ് അറിയുന്നവരുണ്ട്. അല്ലാഹു അക്ബർ എന്ന് ഹായിൻ്റെ ഒന്നിച്ച് തന്നെ പിന്നെ കാഫ് ഇതിന് തൊട്ട ശേഷമായിട്ട് ഹംസ ഉച്ചരിക്കാതെ പറയുന്നവരുണ്ട്. ഏതായാലും ഹംസ ഇടയിൽ വരുമ്പോൾ ഉച്ചരിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, 2 ഹംസ ഒന്നിച്ച് വരുമ്പോൾ തസ്ഹീൽ ചെയ്യാനുള്ള മസാലൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇവിടെ. അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അപ്പോൾ ജീമും ശ്രദ്ധിക്കുക, ഹംസയും ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു സാവധാനത്തിൽ ഈ അർത്ഥം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവേ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് സുബ്ഹിക്ക് പറഞ്ഞിട്ടുണ്ടോ എന്നാൽ അന്ന് മഗ്രിബിൻ്റെ ഉള്ളിൽ മരണപ്പെടുകയാണെങ്കിൽ അവൻ സ്വർഗത്തിലാണ്. മഗ്രിബിന് ചൊല്ലിയിട്ടുണ്ടോ, നേരം വെളുക്കുന്നതിനുള്ളിൽ സുബ്ഹാവുന്നതിന് ഉള്ളിൽ അവൻ ആ രാത്രി മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്ന ഓഫർ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരു നിലക്കും ഏത് സമയത്തും മരണം പ്രതീക്ഷിക്കാവുന്ന നമ്മൾ ഒരു നിലക്കും വിട്ടുകളയൂല എന്ന് നമ്മൾ പ്രതിജ്ഞ എടുത്ത് അത് കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോവുക. അതായത് നമ്മൾ ചെല്ലുന്നവരെ തന്നെയാണ്, പക്ഷെ ഇപ്പം നമ്മൾ നേരിട്ട് ഹദീസ് കേട്ടിരിക്കുക. അതുകൊണ്ട്
ആ ഹദീസ് കേട്ടത് മുതൽക്ക്, ഞാൻ നേരിട്ട് ആ ഹദീസ് ഒരു കിതാബിൽ നിന്ന് കേട്ടത് മുതൽക്ക് ഞാനത് വിട്ടിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല എന്ന് നമുക്ക് ആശ്വാസത്തോടെ പറയാൻ നമുക്ക് പിന്നീട് സാധിക്കണം. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇന്ന് മുതൽ ഞാനത് പതിവാക്കുമെന്ന് അസ്മ് ചെയ്ത് തീരുമാനിച്ചുറപ്പിച്ച് അത് ചെല്ലുന്നത് ശീലമാക്കുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി ദുആയിൽ പാലിക്കേണ്ട ഏതാനും സുന്നത്തുകൾ കൂടി പറയുകയാണ്. ഫായിദത്തുൻ യുസന്നു ലിഗൈരി ഇമാമിൻ യുരീദു തഅലീമൽ മഅ്മൂമീൻ ഇസ്റാറുൻ ബിദ്ദിക്രി വദ്ദുആ വജഹറുൻ ബിഹിമാ ലി ഇമാമിൻ യുരീദുഹു വറാഅഹു മൻ യുഅമ്മിൻ. അതായത് ഈ മേൽ പറയപ്പെട്ട ദിക്റുകളും ദുആകളും ഒക്കെ എല്ലാവരും പതുക്കെയാണ് ചൊല്ലേണ്ടത്, നിർവഹിക്കേണ്ടത്. അങ്ങനെയാണ് സുന്നത്ത്. അതേസമയം ഇമാം ആണെങ്കിലോ പിന്നിൽ മഅ്മൂമീങ്ങൾ ആമീൻ പറയാൻ ഉണ്ടെങ്കിൽ ഇമാം ഉച്ചത്തിലാണ് പറയേണ്ടത്, ഉച്ചത്തിലാണ് ദുആ ചെയ്യേണ്ടത്. അപ്പോൾ മഅ്മൂമികളൊക്കെ എണീറ്റ് പോയിന്, അല്ലെങ്കിൽ അവരൊക്കെ സുന്നത്തസ്കാരത്തിലോ മറ്റോ ആണെങ്കിൽ പിന്നെ ഇമാം ഉച്ചത്തിൽ ദ്വാരക്കണ്ടെന്നർത്ഥം. അതേസമയം മഅ്മൂമികളുണ്ട്, അവരെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ആമീൻ പറയാൻ മഅ്മൂമികൾ പിന്നിലുണ്ടെങ്കിൽ അവൻ ഉച്ചത്തിൽ ദുആ ചെയ്യലാണ് സുന്നത്ത്. ഇനിയോ വലിദാഇൻ ഗൈരി മുസല്ലിം വഖതീബിൻ റഫഅ യദൈഹി ത്വാഹിറതൈനി ഹദവ മൻകിബൈഹി. ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തണം, അത് പ്രത്യേകം സുന്നത്താണ്. ശുദ്ധിയുള്ള കൈക്ക് നജസോ മറ്റോ ഉണ്ടെങ്കിൽ ഉയർത്തേണ്ടതില്ല. എങ്ങനെയാണ് ഉയർത്തേണ്ടത്? ചുമലിന് നേരെ ഉയർത്തണം, പൊന്തിച്ച് പിടിക്കണം, ചുമലിന് നേരെ ഉയർത്തണം. അതേസമയം കൈ മടിയിൽ വെക്കുന്നവരുണ്ട്, കൈ അലസമായി ഇടുന്നവരുണ്ട്, കൈ കൊണ്ട് ചൊറിയുന്നവരും മാന്തുന്നവരൊക്കെ ഉണ്ട്. ദുആ ചെയ്യുമ്പോൾ വലിയ അദബ് കേടാണ് പ്രിയപ്പെട്ടവർ. പൊട്ടിച്ചിട്ടും ചൊറിഞ്ഞിട്ടും മാന്തിയിട്ടും ഒക്കെ ദുആ ചെയ്യുന്ന സമയത്ത് കൈ ചലിപ്പിക്കുന്നത് അത് അള്ളാഹുവിനോട് കാണിക്കുന്ന ഒരു നന്ദി കേടാണ്. നിങ്ങളോട് ഒരാൾ കടം വന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഡീസൻറ്റിൽ ചോദിച്ചാലേ കടം കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു ഔദാര്യത്തിന് ചോദിക്കുമ്പോൾ അതിൻ്റെ താഴ്മയോടുകൂടി ചോദിക്കണം. എന്നതുപോലെ തന്നെ അള്ളാഹുവിനോട് നമ്മളൊരു കാര്യം കിട്ടാൻ വേണ്ടിയല്ലേ ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനോട് നമ്മളൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അലസമായി കൈ ഒന്ന് പൊന്തിക്കാനുള്ള ഒരു സന്മനസ്സും കൂടി കാണിക്കാതെ, അത്രയും വില അള്ളാഹുവിനക്ക് കൊടുക്കാതെ നമ്മൾ അലസമായി ഇടുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ ദുആന് എന്ത് പ്രസക്തിയാണുള്ളത്? അതുകൊണ്ട് ദുആന്റെ അദബാണ് ശുദ്ധിയുള്ള കൈ പൊന്തിക്കണം. ചില ആൾ കൊതുവിനെല്ലാം കൊന്നിട്ട് കൈമേലിട്ടിട്ട് ഇങ്ങനെ ആ കൊതുവിനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ദുആ ചെയ്യും. അത് പറ്റൂല, കാരണം നജസുള്ള കൈ പൊന്തിക്കണ്ട എന്നാണ്. അതേസമയം നജസില്ലാത്ത കൈ പൊന്തിച്ച് ദുആ ചെയ്യലാണ് ദുആന്റെ അദബ്. എവിടെ പൊന്തിക്കണം? ചുമലിന് നേരെ പൊന്തിക്കണം. പക്ഷെ ആര് പൊന്തിക്കേണ്ടതില്ല? നിസ്കരിക്കുന്ന ആൾ ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തേണ്ട, ഖതീബും കൈ ഉയർത്തേണ്ടതില്ല. ഖതീബ് കൈ ഉയർത്തലില്ലല്ലോ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് ഖതീബ് ദുആ ചെയ്യുമ്പോൾ ഖതീബ് കൈ പൊന്തിക്കാൻ പാടില്ല. കൈ പൊന്തിക്കൽ അവനിക്ക് സുന്നത്തില്ല. അവനിക്ക് ആ കൈ കൊണ്ട് മിമ്പർ പിടിക്കുക, വാള് പിടിക്കുക, ഇതൊക്കെയാണ് അവനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അവൻ കൈ ഉയർത്തി ദുആ ചെയ്യേണ്ടതില്ല. ബാക്കിയുള്ള മഅ്മൂമികളെല്ലാവരും കൈ ഉയർത്തിയിട്ടാണ് ദുആ ചെയ്യേണ്ടത്. അതേസമയം നിസ്കരിക്കുന്നവൻ അവനും കൈ ഉയർത്തേണ്ടതില്ല. നിസ്കാരത്തിൽ ഒരുപാട് ദുആ ഉണ്ടല്ലോ. ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ എന്ന് പറയുമ്പോൾ കൈ പൊന്തിക്കണോ? ആരും കൈ പൊന്തിക്കണ്ട. നിസ്കരിക്കുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു, ഇതൊക്കെ ദുആൻ, അന്നേരൊന്നും കൈ പൊന്തിക്കണ്ട. ബാക്കി ഖത്തീബും നിസ്കരിക്കുന്നവനും അല്ലാത്ത ബാക്കി എല്ലാവരും ദുആ ചെയ്യുമ്പോൾ കൈ പൊന്തിക്കണം. ഇനി എന്താണ് സുന്നത്ത്? വമസ്ഹു വജ്ഹിഹി ബിഹിമാ ബഅദൽ ഫറാഗി. ദുആ ഒക്കെ കഴിഞ്ഞാൽ മുഖം തടവൽ സുന്നത്തുണ്ട്. അതും പാലിക്കപ്പെടേണ്ട സുന്നത്താണ്. ദുആ കഴിഞ്ഞാൽ പിന്നെ മുഖം തടവണം. അതെന്താവാറില്ല. മുഖം തടവുന്നതിന് പകരം കൈ കൊണ്ട് പോയിട്ട് മുത്തുന്ന പരിപാടിയാണ് പലർക്കും കാണാറുള്ളത്. അങ്ങനെയല്ല സുന്നത്ത്. കൈ മുത്തിയിട്ടെന്ന് വേണ്ടത്. ചില ആൾ ഒറ്റ കൈ മാത്രം ആ ഒരു വലത്തെ കൈയിൻ്റെ വിരൽ കൊണ്ട് പോയിട്ട് ചൂണ്ടിന് വെച്ചിട്ട് നാക്കിയിട്ട് അങ്ങ് വിടും. ഇതൊന്നല്ല. സുന്നത്തായ രൂപം എങ്ങനെയാണ്? മുഖം തടവുകയാണ് വേണ്ടത് ദുആ കഴിഞ്ഞതിന് ശേഷം. അത് സുന്നത്താണ്. വറഫ്ഉ ബസരിഹി ഇലസ്സമായി, കണ്ണ് മേൽപോട്ട് ഉയർത്തുക, അത് വുളൂവിന് ശേഷമുള്ള ദുആക്ക് പ്രത്യേകം സുന്നത്തുണ്ട്. കൈയും കണ്ണും എന്താക്കുക? മേൽപോട്ട് ഉയർത്തുക എന്നുള്ളത് വുളൂവിന് ശേഷമുള്ള ദുആന് സുന്നത്താണ്. ഇനിയോ വഫ്തിതാഹുഹു ബിഹംദില്ലാഹി വസ്സലാത്തു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാ പറയുക, സ്വലാത്തു ചൊല്ലുക, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്നൊക്കെ അങ്ങനെ തന്നെയല്ലേ നമ്മൾ ദുആ ചെയ്യാറുള്ളൂ. ദുആ തുടങ്ങുമ്പോൾ അത് വേണം. അള്ളാഹുവിനോട് എന്താക്കലല്ല, നേരിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അൽഹംദുലില്ലാ അല്ലേ,
അതാണ് അഫ്ദലു ദുആഇ അൽഹംദുലില്ലാ എന്നാണ്. ദുആയിൽ ഏറ്റവും അഫ്ദലായ ദുആ അൽഹംദുലില്ലാ. അപ്പോൾ എന്താണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം ആദ്യം. എന്നിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയണം. ഏത് സ്വലാത്തായാലും തിരക്കേടില്ല, ഇഷ്ടമുള്ള സ്വലാത്ത് ചെല്ലുക. എന്നിട്ട് നമ്മളെ കാര്യങ്ങൾ അവതരിപ്പിക്കും. അതുപോലെ തന്നെ ഖത്മുഹു ബിഹിമാ വബിത്തഅമീൻ, അവസാനിപ്പിക്കുമ്പോഴും ഈ ഹംദ് സ്വലാത്ത് സുന്നത്താണ്, ആമീനും സുന്നത്താണ്. അവസാനിപ്പിക്കുമ്പോൾ സ്വന്തം ദ്വാരക്കാണ് ആണെങ്കിൽ പോലും അവസാനം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് പറയുന്ന സുന്നത്തുണ്ട്. പിന്നെന്തും വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി നമ്മൾ സ്വലാത്തല്ലു, ഏത് രൂപത്തിൽ സ്വലാത്തല്ലേലും തിരക്കിടില്ല, അവസാനം സ്വലാത്തല്ലൽ സുന്നത്ത്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതും അവസാനം പറയൽ സുന്നത്തുണ്ട്. അപ്പം ദുആഇൻ്റെ തുടക്കത്തിലും അവസാനത്തിലും ഹംദും സ്വലാത്തും വേണം. പിന്നെയോ അവസാനം ആമീനും പറയണം. ഇതൊക്കെ ദുആഇൻ്റെ സുന്നത്തുകളാണ്. ദുആ ചെയ്യുമ്പോൾ വസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിടലാണ് സുന്നത്ത്. ഇൻകാന മുൻഫരിദൻ ഔ മഅ്മൂമൻ, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനോ മഅ്മൂമോ ആണെങ്കിൽ അവൻ ഖിബ്ലക്ക് മുന്നിട്ടിട്ടാണ് ദുആ ചെയ്യേണ്ടത്. അതേസമയം ഇമാമാണെങ്കിലോ ഇമാമ ഖിബ്ലക്ക് മുന്നിട്ട് ദ്വാരുന്ന ശരിയാവില്ല, അവൻ മഅ്മൂമിങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നിട്ടാണ് ദ്വാരക്കേണ്ടത്. അമ്മൽ ഇമാമു ഫയസ്തഖ്ബിലുൽ മഅ്മൂമീന ബിവജ്ഹിഹി ഫി ദുആ, ദുആയിൽ മഅ്മൂമിങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നിട്ടാണ് ഇമാമ് ദുആ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ നല്ല രൂപം ഒക്കെ എന്തായിട്ടുണ്ട്, പിന്നെ നമ്മൾ ഇന്ന് ഇമാമിങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നിട്ട് അങ്ങനെ എന്താകുക ദുആ ചെയ്യാം. എല്ലാം നേരിട്ട് മഅ്മൂമിങ്ങളിലേക്ക് അവൻ്റെ മുഖം കൊണ്ട് തന്നെ മുന്നിടണം എന്നുള്ള അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്, എങ്ങനെയാണ് ഇമാം ഇരിക്കേണ്ടത് എന്നുള്ളത്. അത് നല്ല രൂപത്തിലാണ് നമ്മൾ എന്താകുന്നത് ഉലമാ ഇരുന്ന് കാണിച്ച് നമ്മുടെ പള്ളികളിലൊക്കെ നടക്കുന്ന രീതി. അപ്പോൾ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് ഇരുന്നിട്ട് എന്താകുക, ഏതായാലും മഅ്മൂമിങ്ങളിലേക്ക് തിരിഞ്ഞ് ഖിബ്ലക്ക് മുന്നിട്ടിട്ടല്ല ഇമാം ഇരിക്കേണ്ടത്. ഇമാമ് എന്താകണം, മഅ്മൂമിങ്ങളിലേക്ക് തിരിഞ്ഞ് നിന്നിട്ട് ദുആ ചെയ്യണം. ഖത്തീബ് പിന്നെ എന്തായാലും മഅ്മൂമിങ്ങളിലേക്ക് തിരിഞ്ഞ് നിന്നിട്ട് തന്നെയല്ലേ ഉള്ളത്. ഖത്തീബ് ഖിബ്ലക്ക് മുന്നിടലില്ലല്ലോ. ഖുത്ബ മിമ്പർ വന്ന് മഅ്മൂമിങ്ങളിലേക്ക് പിന്നെ അഭിമുഖമായിട്ട് നിന്നിട്ടാണ് ദുആ ചെയ്യാറുള്ളത്. ഇമാമും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ അതേസമയം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനായാലും മഅ്മൂമിങ്ങളായാലും മഅ്മൂമിങ്ങൾ പോയിട്ട് ഏതെങ്കിലും ചുമരിന് ചാഞ്ഞിരിക്കുകയല്ല വേണ്ടത്, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് നിന്നിട്ടാണ് എന്താക്കേണ്ടത്, ദുആ ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ്. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അപ്പോൾ നല്ല ശീലങ്ങളൊക്കെ വളർത്തുക, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന ദുശ്ശീലങ്ങളൊക്കെ മാറ്റുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്. സലാം സയ്യിദ് ഉസ്താദ്, അല്ലാഹു തആല ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ. പിന്നെ അല്ലാഹുമ്മ അജിർനി എന്ന് പറയുമ്പോൾ ഹംസക്ക് ഫത്ഹ്, ജീമിന് കസ്ർ, റായിന് സുക്കൂന്. അജിർനി, അജാറ യുജീറുന് അമ്ര, എനിക്ക് അഭയം തരണേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ള അർത്ഥം. അപ്പം റായിന് സുക്കൂൻ തന്നെയാണ് വേണ്ടത്. അമ്ര ഫീല് സുക്കൂൻ്റെ മബിനിയാണല്ലോ. അപ്പോൾ സുക്കൂൻ്റെ മേൽ മബിനിയാവും അജിർനി തന്നെയാണ് പറയേണ്ടത്. പക്ഷെ അവിടെ റായിന് കസ്ർ കൊടുത്താൽ ഒരു മഅന, റായിന് സുക്കൂൻ കൊടുക്കുമ്പം വേറൊരു മഅന എന്ന് പറയുന്നത് അബദ്ധാണ്. അത് ശരിയല്ല. അങ്ങനെയാണ് നിങ്ങളെ വോയിസിൽ നിന്നൊക്കെ തോന്നിയത്, അങ്ങനെ പറയുന്നുണ്ട്. അത് ശരിയല്ല. അങ്ങനെ ഒരു മഅന വരില്ല അവിടെ. അങ്ങനെ മഅനക്ക് തഗയ്യുറാകുന്ന രൂപത്തിലുള്ള ഒരു കുഴപ്പം റായിന് കസ്ർ കൊടുക്കുമ്പോഴും സുക്കൂൻ കൊടുക്കുമ്പോഴും വ്യത്യാസപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ കൂലി കൊടുക്കുക എന്നുള്ളതിന് എന്താ പറയല്, അത് ഒന്നിക്കിൽ അജറ യജുറു അല്ലെങ്കിൽ അജറ യജീറു. ലറബ യദ്രിബു ബാബുണ്ട്, നസ്ര യൻസുറു ബാബ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ വായിക്കേണ്ടി വരിക അല്ലാഹുമ്മ ഇജുർനി അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇജിർനി എന്നാണ്. അല്ലാഹുമ്മ ഇജുർനി അങ്ങനെ വായിച്ചാൽ എനിക്ക് കൂലി തരണേ എന്നർത്ഥം കിട്ടും. അല്ലാഹുമ്മ ഇജുർനി. ഇനിയോ ആജറ യു ആജിറു, അല്ലാഹുമ്മ ആജിർനി എന്ന് പറഞ്ഞാലും ആ മഅന കിട്ടാം. പക്ഷേ ഈ അപ്പോഴും റായിന് സുക്കൂൻ തന്നെയാണ്. അമ്രല്ലേ, അമ്ര ഫീലിന് ആഖിറിൽ സുക്കൂൻ കൊടുക്കൽ നിർബന്ധമാണല്ലോ, അങ്ങനെയാണല്ലോ ഉച്ചരിക്കേണ്ടത്. അതേസമയം കസ്ർ കൊടുത്തിട്ട് എന്താണ് പിന്നെ അർത്ഥം, സുക്കൂൻ കൊടുക്കുമ്പം രക്ഷപ്പെടുത്തണമെന്നർത്ഥം അല്ല, കസ്ർ കൊടുക്കുമ്പോഴാണ് രക്ഷപ്പെടുത്തണമെന്നർത്ഥം വരുന്നത്. സുക്കൂൻ കൊടുക്കണം, സുക്കൂൻ കൊടുക്കുമ്പോൾ പിന്നെ എന്താണ് കൂലി തരണേന്നർത്ഥം വരുന്നത് എന്ന്
പറയുന്നത് മഹാ അബദ്ധാണ്, അത് സഫാത്താണ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താണ് അല്ലാഹുമ്മ ഉജൂർനി എന്ന് ആരും ചൊല്ലുമല്ലോ. അങ്ങനെ ചൊല്ലിയാൽ അവിടെ മാന തകയ്യുറാവും. പക്ഷെ നമ്മൾ മുറാദ് അതല്ലാത്തത് കൊണ്ടും അവിടെ വിഷയം വരുന്നില്ല. അതേസമയം എന്താണ് തെറ്റ് തന്നെയാണ്, ഖത തന്നെയാണ്. ഹർക്കത്ത് മാറ്റുന്നതും തെറ്റ് തന്നെയാണ്. ഏത് അല്ലാഹുമ്മ ഉജൂർനി എന്ന് പറയുന്നതും പിന്നെ മാന ശരിക്ക് തകയ്യുറായി. അത് കൂലിയാറിനെ അല്ലാഹുമ്മ ഉജൂർനി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആരും പറയുന്നില്ല. പിന്നെ അല്ലാഹുമ്മ അജിർനി എന്നുള്ളടത്ത് അജിരി എന്നാക്കിയത് കൊണ്ട് എന്താകുന്നില്ല, മാനക്ക് തകയ്യുറാകുന്ന ഒരു കുഴപ്പം വരുന്നില്ല എങ്കിലും അത് തെറ്റാണ്. വായനാപരമായിട്ട് എന്താണ്, അത് തെറ്റാണ്. അജിരി എന്നല്ല വായിക്കേണ്ടത്, അജിർ എന്ന് റായിനിക്ക് സൂക്കൂൻ കൊടുത്തിട്ട് തന്നെയാണ് വായിക്കേണ്ടത്. റായിനെ തർക്കിക്കാക്കിയിട്ട് ഉച്ചരിക്കേണ്ടത്. അത് എന്തായാലും റാ ഉച്ചരിക്കുക. റാ സാക്കിനും മാക്കബിലും മക്സൂറും ആയതുകൊണ്ട് റായിനെ തർക്കിക്കാക്കിയിട്ട് അജിർ അജിർ എന്നാണ് പറയുന്നത്. അപ്പം അജിർ ജീമിന് കസർ, റായിന് സുക്കൂന്. അപ്പം അല്ലാത്ത നിലക്ക് കൂലി കൊടുക്കുക എന്നുള്ള ഒരു അർത്ഥം അവിടെ വരുന്നേ ഇല്ല എന്നാണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു തആല റാഹത്തായ നിലക്ക് നമുക്ക് പറഞ്ഞിട്ട് സ്വർഗം നേടാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ കുഴപ്പം ഹർക്കത്ത് മാറുന്നതല്ല, അക്ഷരം തന്നെ മാറ്റി പറയുന്ന ഒരവസ്ഥ പൊതുജനങ്ങളിൽ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞതാണ്. അതാണ് ജീമിന് എന്താണ്, ജീമിനെ ചീനാക്കുന്നൊരു സ്വഭാവം പൊതുവേ മലയാളികൾക്ക് ഉണ്ട്. ഇന്നൊക്കെ ഹമീദും മജീദ് എന്നൊക്കെ പറയും. മജീദ് എന്ന് മജീദ് ജീമ് പറയില്ല, മജീദ് എന്നൊക്കെ പറയും. ഇങ്ങനെ ഒരു സ്വഭാവം നമുക്ക് പൊതുവിലുണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ അത് അക്ഷരം തന്നെ മാറിപ്പോയി. അതുപോലെ തന്നെ ഹംസ ഒഴിവാക്കുന്ന ഒരു സ്വഭാവം, അജിർണി എന്നുള്ളത് കൂട്ടി അല്ലാഹുമ്മ അജിർണി എന്ന് കൂട്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ഹംസ ഉച്ചരിക്കാത്തൊരു കോലം വരാറുണ്ട്. അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ എന്താണ്, റായിന് സുക്കൂൻ കൊടുത്തിട്ട് തന്നെയാണ് വായിക്കേണ്ടത്. റായിന് കസർ കൊടുക്കുന്നത് ശരിയല്ല, വായനാപരമായിട്ട് തെറ്റാണ്. അതിന് കാമിലായ സവാബ് കിട്ടണമെങ്കിൽ ആ ഉള്ളതുപോലെ തന്നെ പറയണം. അതേസമയം റായിന് കസർ കൊടുത്തിട്ട് ഒരാൾ പറഞ്ഞാൽ അവിടെ മണക്ക് തകയ്യൂറൊന്നും വരുന്നില്ല. പക്ഷെ എന്താകുന്നില്ല, അത് വായിക്കേണ്ട രീതി അങ്ങനെയല്ല, ഖത ആണ്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.